ലഹരി ഇടപാടിന് വ്യാജരേഖകൾ വൻതോതിൽ തയ്യാറാക്കുന്ന ലഹരി മാഫിയ സംഘത്തെ പിടികൂടി. തലശ്ശേരി പോലീസാണ് പിടികൂടിയത്. കാസർഗോഡ് സ്വദേശി അബ്ദുൾ റഹ്മാൻ, എറണാകുളം സ്വദേശി റിഷാദ് എന്നിവരാണ് അറസ്റ്റിലായത്. 500-ലേറെ ആധാർ, പാൻ കാർഡുകളും ഡ്രൈവിംഗ് ലൈസൻസുകളും പിടിച്ചെടുത്തു. MDMA കേസിന്റെ അന്വേഷണത്തിനിടെയാണ് പിടിയിലായത്. മിഥുൻ പിള്ളയാണ് കൂടുതൽ വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, ഇത് സംബന്ധിച്ച് മറ്റെന്തൊക്കെ വിവരങ്ങളാണ് ഉള്ളത്? ആര്യ, ലഹരി സംഘത്തിലെ പ്രധാന കണ്ണികളാണ്, വൻ റാക്കറ്റിലെ പ്രധാന കണ്ണികളെയാണ് തലശ്ശേരി പോലീസ് പിടികൂടിയത്. വളരെ പ്രധാനപ്പെട്ട ഒരു കേസ് കൂടിയാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. കാരണം ഇവിടെ ലഹരിയുമായി ബന്ധപ്പെട്ട് ന്യൂമാഹി പോലീസ് ഒരു ആളെ കഴിഞ്ഞ ദിവസം പിടികൂടിയിരുന്നു. അയാളെ പിടികൂടി അയാളുടെ ബാങ്ക് രേഖകൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇത്തരത്തിൽ വലിയ റാക്കറ്റിലേക്ക് അന്വേഷണം നീങ്ങുകയും അതിൽ പ്രധാനപ്പെട്ട രണ്ടുപേരെ ഇപ്പോൾ പിടികൂടുകയും ചെയ്തത്. അതായത് ഈ ലഹരി മാഫിയ പൈസ കൈകാര്യം ചെയ്യാൻ ഉപയോഗിച്ചിരുന്നത് വ്യാജ അക്കൗണ്ടുകളാണ്. അതായത് ബാംഗ്ലൂരിൽ ഉൾപ്പെടെ റോഡിൽ അലഞ്ഞു തിരിയുന്ന ആളുകളെ കൂട്ടിക്കൊണ്ടുപോയി അക്കൗണ്ടുകൾ ഉണ്ടാക്കി, ബാങ്ക് അക്കൗണ്ടുകൾ തുറന്ന ശേഷം അത് ഈ ലഹരി മാഫിയ സംഘങ്ങൾ ഉപയോഗിക്കുന്ന രീതിയിലായിരുന്നു അവരുടെ പ്രവർത്തനം ഉണ്ടായത്. കാസർഗോഡ് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ, എറണാകുളം സ്വദേശി റിഷാദ് എന്നിവരാണ് ഇപ്പോൾ പിടിയിലായത്. ഇവരുടെ കയ്യിൽ നിന്ന് ആധാർ, പാൻ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ് ഉൾപ്പെടെ ഏതാണ്ട് 500-ലേറെ രേഖകൾ കണ്ടെടുത്തിട്ടുണ്ട്. അതും എല്ലാം വ്യാജ രേഖകളാണ് എന്നുള്ളതാണ് എടുത്തു യെസ്. പറയേണ്ടത്. മറ്റൊന്ന്, ഇതുമായി ബന്ധപ്പെട്ട് നിരവധി സർട്ടിഫിക്കറ്റുകൾ, വ്യാജ സർട്ടിഫിക്കറ്റുകൾ ഉൾപ്പെടെ ആവശ്യക്കാർക്ക് ഇവർ ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലും വലിയ റാക്കറ്റ് തന്നെയാണ് ഇപ്പോൾ പിടിയിലായത്. കൂടുതൽ അന്വേഷണത്തിന് ഒരുങ്ങുകയാണ് തലശ്ശേരി പോലീസ് ഇപ്പോൾ. ആര്യ. ശരി, വ്യക്തമാണ്. മിഥുൻ പിള്ളയാണ് കണ്ണൂരിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.